ദ മിത്ത് ഓഫ് മൾട്ടി ടാസ്കിംഗ്. ഒരേ സമയം എല്ലാം ചെയ്യാം എന്ന തെറ്റിദ്ധാരണ. ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യുന്നത് കാര്യക്ഷമതയുടെ അടയാളമായി നമ്മൾ വിശ്വസിക്കുന്നു. പഠനം, ജോലി, ഫോൺ, സന്ദേശങ്ങൾ എല്ലാം ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്ന ആളുകളെ നമ്മൾ അഭിനന്ദിക്കുകയും ചെയ്യും. പക്ഷേ ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ ശരിക്കും ശ്രദ്ധ ചെലുത്തുന്നുണ്ടോ? മനുഷ്യ മനസ്സ് ഒരേ സമയം ഒന്നിലധികം ആഴമുള്ള ചിന്തകൾ കൈകാര്യം ചെയ്യാൻ രൂപകൽപ്പന ചെയ്തതല്ല. നമ്മൾ മൾട്ടി ടാസ്കിംഗ് എന്ന് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ ടാസ്ക് സ്വിച്ചിങ് ആണ്. ഒരു കാര്യത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് വളരെ വേഗത്തിൽ ചാടൽ. ഈ ഇടയ്ക്കുള്ള ചാടലുകൾ ഓരോ തവണയും നമ്മുടെ ശ്രദ്ധ കുറയ്ക്കും. കാര്യക്ഷമത ഉയരുന്നതിന് പകരം ഊർജവും സമയവും നഷ്ടപ്പെടും. അവസാനം എല്ലാം ചെയ്തു എന്ന് തോന്നൽ മാത്രം അവശേഷിക്കും. മികച്ച ഫലം ഉണ്ടാകില്ല. ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓരോ കാര്യത്തിനും നാം നൽകുന്ന ശ്രദ്ധ പകുതിയായി കുറയും. പിഴവുകൾ വർദ്ധിക്കും. ഒരേ ജോലി പൂർത്തിയാക്കാൻ കൂടുതൽ സമയമെടുക്കും, ഒപ്പം ക്ഷീണവും. മൾട്ടി ടാസ്കിംഗ് ചെയ്യുന്നവർ കൂടുതൽ തിരക്കുള്ളവരായി തോന്നും. പക്ഷേ കുറച്ച് കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ പൂർത്തിയാക്കുന്നത്. തിരക്ക് ഇവിടെ ഒരു മായ മാത്രമാണ്. മൾട്ടി ടാസ്കിംഗ് നമ്മളിൽ നിന്ന് ഏറ്റവും വിലപ്പെട്ട ഒന്നാണ് കവർന്നെടുക്കുന്നത്: ഡീപ്പ് ഫോക്കസ്. ഒരേ കാര്യത്തിൽ ദീർഘസമയം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മാത്രമേ ഗുണമേന്മയുള്ള പ്രവർത്തനം ഉണ്ടാകൂ. സൃഷ്ടിപരമായ ജോലി, പഠനം, പ്രശ്നപരിഹാരങ്ങൾ ഇവയെല്ലാം ആഴത്തിലുള്ള ശ്രദ്ധ ആവശ്യപ്പെടുന്നു. ഇടയ്ക്കിടെ നോട്ടിഫിക്കേഷനുകൾ പരിശോധിക്കുന്ന, സന്ദേശങ്ങൾക്ക് മറുപടി നൽകുന്ന മനസ്സ് ഒരിക്കലും ആ ആഴത്തിലേക്ക് ഇറങ്ങിപ്പോകില്ല. വേഗമല്ല, വ്യക്തതയാണ് വേണ്ടത്. മൾട്ടി ടാസ്കിംഗ് വേഗതയുടെ ഒരു മിഥ്യാഭാവം നൽകും. ഞാൻ വേഗത്തിലാണ് എന്ന് തോന്നും. പക്ഷേ വേഗതയ്ക്ക് അർത്ഥമുണ്ടാകുന്നത് ദിശ ശരിയാണെങ്കിൽ മാത്രമാണ്. ഒരു സമയത്ത് ഒരു കാര്യത്തിൽ മുഴുവൻ ശ്രദ്ധയും നൽകുമ്പോൾ വ്യക്തത വർദ്ധിക്കും. ചിന്തകൾ ക്രമത്തിലാകും. തീരുമാനങ്ങൾ മികച്ചതാകും. ഇതാണ് യഥാർത്ഥ കാര്യക്ഷമത. ദ മിത്ത് ഓഫ് മൾട്ടി ടാസ്കിംഗ് നമ്മളെ പരിചയപ്പെടുത്തുന്നത് സിംഗിൾ ടാസ്കിംഗ് എന്ന ലളിതമായ ആശയത്തിലേക്കാണ്. ഒരു സമയത്ത് ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അത് തീരുമ്പോൾ മാത്രമേ അടുത്തതിലേക്ക് പോകാവൂ. ഇത് ആദ്യം ബോറടിപ്പിക്കും, പക്ഷേ ഫലങ്ങൾ വ്യക്തമായിരിക്കും. കുറച്ച് സമയം, കുറവ് സമ്മർദ്ദം, മെച്ചപ്പെട്ട നിലവാരം. ഒരേ ജോലി 2 തവണ തിരുത്തേണ്ടി വരാത്തതും വലിയ നേട്ടമാണ്. ദ മിത്ത് ഓഫ് മൾട്ടി ടാസ്കിംഗ് നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: ഒരേ സമയം എല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നവൻ അവസാനം ഒന്നും ശരിയായി ചെയ്യില്ല. ശ്രദ്ധ ഒരു പരിമിത വിഭവമാണ്. അതിനെ പകുത്തു നൽകരുത്. ഒരു കാര്യത്തിൽ കേന്ദ്രീകരിക്കുക. ഒരു സമയം, ഒരു കാര്യം, മുഴുവൻ മനസ്സോടെ. അതിലാണ് യഥാർത്ഥ ഉൽപാദനക്ഷമത.